പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അനാദികാലം മുതൽ പുത്രൻ ഏതെങ്കിലും ശരീരത്തോടു കൂടിയാണോ സ്വർഗത്തിൽ വസിച്ചിരുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. 1-2 ദിവസം മുമ്പ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിൻ്റെയും ES തോമസ് സാറിൻ്റെയും ഒരു വീഡിയോ ദർശിക്കാനിടയായി. അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കന്യാമറിയാമിൻ്റെ ജനനത്തെ പറ്റിയാണ് സംസാരം മുഴുവൻ. കന്യാമറിയാമിൽ നിന്ന് പുത്രൻ ജഡം ധരിച്ചതിനെ പറ്റിയാണ് സംസാരം. അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നതിനെ പറ്റിയാണ്. രണ്ടുപേരും രണ്ട് തരത്തിലുള്ള വാദമോഹങ്ങളാണ് ഉന്നയിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരുടെയും പേരിൽ തെറ്റുകൾ കാണുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പറയുന്നത് ആരംഭം മുതലേ അല്ലെങ്കിൽ അനാദികാലം മുതലേ പുത്രന് ഒരു ശരീരം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. മിക്കവാറും അദ്ദേഹം പറയുന്നത് അത് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം. ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഉൽപ്പത്തി 1:26 പറയുന്നത് നാം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നാണ്. നാം നമ്മുടെ രൂപത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും രൂപത്തിൽ. ദൈവാത്മാവാണെന്ന് പറയുന്നത് പിതാവാത്മാവാണ്, പുത്രൻ്റെ ആത്മാവാണ്, പരിശുദ്ധ റൂഹ ആത്മാവാണ്. പുത്രൻ്റെ മാത്രം രൂപത്തിലല്ല. ഇവിടെ പുത്രന് ഒരു ശരീരം ഉണ്ടായിരുന്നു അനാദികാലം മുതൽ എന്ന് പറഞ്ഞാൽ, അനാദി എന്ന് പറയുമ്പോൾ ആദിയില്ലാത്ത ആദി, നമുക്ക് നിർണ്ണയിക്കാൻ പാടില്ലാത്ത ഒരു കാലം, അതാണ് അനാദി. പുത്രന് മാത്രം ഒരു ശരീരം ഉണ്ടായിരുന്നു. അപ്പോൾ പിതാവിനും പരിശുദ്ധാത്മാവിനും ആ ശരീരം വേണ്ട, എങ്കിലല്ലേ ആ തൃത്വത്തിൻ്റെ ആ വ്യവസ്ഥ ശരിയാവുകയുള്ളൂ. നമുക്ക് നമ്മുടെ രൂപത്തിൽ പുത്രന് മാത്രം അങ്ങനെ ഒരു ശരീരം കൊടുത്തിട്ടില്ല. ദൈവം ആത്മാവാകുന്നു. പുത്രൻ ശരീരം എടുക്കുന്ന പിന്നെയാണ്. അപ്പോൾ ആ വാദം തന്നെ ആദ്യം തെറ്റാണ്. എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് ശരിയാവില്ല. ശരീരരക്തങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. തേജസ്കരിക്കപ്പെട്ടാൽ സ്ഥാനമുണ്ട്. തേജസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരണശേഷം സംഭവിക്കുന്ന ഒന്നായിട്ടാണ് സാധാരണ അർത്ഥം വരുന്നത്. പിതാവും പുത്രനും പരിശുദ്ധമായും തേജസ്സിലാണ് ഇരിക്കുന്നത്, അത് സംശയമില്ല. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം എന്ന് പറയുമ്പോഴാണ് മരണത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു സ്വാഭാവികതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ പുത്രന് ഒരു ശരീരം അനാദികാലം മുതൽ ഇല്ല. പിതാവിനും ഇല്ല, പുത്രനും ഇല്ല, പരിശുദ്ധ റൂഹായ്ക്കുമില്ല. അല്ലെങ്കിൽ അവരുടെ ആ ദൈവത്വത്തിന് വ്യത്യാസം വരും. പിതാവിൻ്റെ ദൈവത്വമാണ് പുത്രനുള്ളത്, പിതാവിൻ്റെ ദൈവത്വമാണ് പരിശുദ്ധ റൂഹായ്ക്കുള്ളത്.
പിതാവിൻ്റെ ദൈവത്വം പുത്രൻ്റെ ശരീരത്തോടുകൂടി പിതാവ് കൊടുത്തിട്ടുണ്ടോ? പിതാവിന് ശരീരമില്ലാന്ന് നമ്മൾ വിശ്വസിക്കും. പിതാവിനെ ആരും കണ്ടിട്ടുമില്ല. പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ല. അന്ന് പുത്രനെയും ആരും കണ്ടിട്ടില്ല. ആ രൂപത്തിൽ വരുമ്പോൾ ആ പ്രസ്താവന തികച്ചും തെറ്റാണ്. തൃത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇളക്കുകയാണ് അവിടെ. പിന്നെ ആദമിന് കൊടുത്ത ശരീരം ഏതാ? അതിനു മുമ്പ് ഈ ലൈക്ക്നെസ്സും ഇമേജ് എന്നൊക്കെ പറയുമ്പോൾ ആദമിന് ദൈവം കൊടുത്ത ഇമേജ് ആത്മാവിലാണ്. അത് ശരിയാണ്. അത് സാർ പറഞ്ഞ് ശരിയാണെന്ന് എൻ്റെ അഭിപ്രായം. ശരീരത്തിലല്ല. വിവേചനശക്തി, ബുദ്ധിശക്തി, ഇച്ഛാശക്തി ഇതൊക്കെ ആത്മാവിനെ കൊടുക്കുന്നത്. അത് വിസിബിൾ അല്ലല്ലോ, കാണാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവം വിസിബിളാണ്. ആത്മാവിന് കിട്ടുന്നത് ശരീരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കൊടുത്തത് ശരീരത്തിലാണ്, ആത്മാവിലാണ്. ഒരാളുടെ ആത്മാവ് ശരീരത്തിൽ വേർവിട്ടാൽ പിന്നെ ഈ ശരീരത്തിൽ ഓർമ്മശക്തി ഉണ്ടോ, വേദനാശക്തി ഉണ്ടോ, ഇച്ഛാശക്തി ഉണ്ടോ? ആത്മാവിലാണ് ദൈവം കൊടുക്കുക. കാരണം അവൻ്റെ രൂപമാണ്, അവൻ്റെ ഇമേജ് അതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ആദാം സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ അവന് കൊടുത്ത ശരീരം കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ പുത്രൻ അവതാരമെടുക്കുമ്പോൾ കൊടുക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്ന ശരീരമാണ് ആദമിന് കൊടുത്തത്. അന്നേ കൊടുക്കുള്ളൂ. അല്ല, അന്നേ തീരുമാനിച്ചിരുന്ന ശരീരമാണ് അന്ന് ആദമിന് കൊടുത്തത്. ആ ശരീരത്തിലാണ്, അല്ലെങ്കിൽ ആ ശരീരപ്രകാരമാണ് മനുഷ്യാവതാരം നടന്നത്. നേരത്തെ കൂട്ടി നീ എനിക്കൊരു ശരീരം ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ശരീരം പ്രകടമാകുന്നത് മനുഷ്യാവതാരത്തിലാണ് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. കാരണം അനാദികാലം മുതൽ ശരീരമില്ല. പിന്നെ ഇനി അത് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമാണെങ്കിൽ മരണശേഷം നമുക്കുള്ളൂ. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകത എന്നു പറഞ്ഞാൽ വെടിവെച്ചാൽ പോലും ഏൽക്കൂല. അതിന് ചെറുതാവാനോ വലുതാവാനോ സാധ്യമല്ല. അപ്പോൾ ദൈവമല്ലേ ചെറുതാവാൻ പാടില്ലെന്ന് വയ്ക്കും. അങ്ങനെയൊന്നും ദൈവം അനുവദിക്കില്ല. പിന്നെ വിശദമായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. 1:26 മുതൽ വായിക്കുമ്പോൾ ഒരു പ്രധാന തർക്കം അവിടെ വരുന്നത്. ഇവർ രണ്ടുപേരും കുറേ നേരം തർക്കിച്ചു വന്നു. കത്തോലിക്ക വിശ്വാസം മറിയാം അമലോത്ഭവയാണെന്നാണ്. എന്നാൽ യാക്കോബായ സഭ അത് വിശ്വസിക്കുന്നില്ല. മറിയം സാധാരണ ഒരു ജനനമാണ് മറിയാമിനുണ്ടായത്. അങ്ങനെയാണ് മറിയാം ജനിച്ചത് തന്നെ. എന്നാൽ ഗബ്രിയേൽ മാലാഖ, ദൈവവയസ്സ മാലാഖ, അവളുടെ അടുക്കൽ വന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞപ്പോഴും, പരിശുദ്ധ റൂഹ നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞപ്പോഴും അവളെ ആദാമ്യഭാവത്തിൽ നിന്നും അതേവരെയുള്ള കർമ്മഭാവത്തിൽ നിന്നും ശുദ്ധീകരിച്ചു എന്നാണ് സഭയുടെ വിശ്വാസം. ഞങ്ങളുടെ സഭയുടെ വിശ്വാസം പറയും. പിന്നെ അവളിൽ ആദാമ്യഭാവവും ഇല്ല, കർമ്മഭാവവും ഇല്ല. പിന്നെ എങ്ങനെ വചനം ജഡമായി എന്നുള്ളത് ആണ് പിന്നെ തർക്കം. അപ്പോൾ മറിയാമിൽ ജന്മഭാവവും ആദാമ്യഭാവവും ഇല്ലാതിരിക്കുന്ന സ്ഥിതിയിൽ വചനം ജഡമാകുമ്പോൾ കർത്താവ് ഒരിക്കലും പാപശരീരമല്ല സ്വീകരിച്ചു. മറിയാമിൻ്റെ എങ്ങനെയാ സംഭവം നടക്കുന്നത്?
ഗബ്രിയേൽ മാലാഖ പറയുന്നു, ആ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പിതാവ് കൽപ്പിക്കുന്നതാണ്. പിന്നെ കുറേ കാര്യങ്ങൾ പറയേണ്ട, അതിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. ഗബ്രിയേൽ മാലാഖ വഴി, ഞാൻ ഒന്നുകൂടെ പറയാണ്, ഗബ്രിയേൽ മാലാഖ വഴി പിതാവിൻ്റെ വചനം മറിയാമിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഉദരത്തിൽ ചെന്ന് അവളുടെ രക്തവും അവളുടെ ശരീരവും എടുത്താണ് വചനം ജഡമായത്. ശരീരം മാത്രമല്ല, രക്തം തന്നത്. അത് കാൽവറിയിൽ ചെത്തിയത് രക്തമല്ലേ. അപ്പം പിന്നെ ഭ്രൂണം ഉണ്ടായെന്ന് വളരെ സംശയമാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്ന പറയുമ്പോൾ ഒരു ഭ്രൂണം ഉണ്ടാകാതെ ഗർഭധാരണം നടക്കില്ല. അത് രഹസ്യമാണെന്ന് പറഞ്ഞാൽ തടിയൊക്കെയുള്ള കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന പറഞ്ഞാൽ ദൈവപുത്രൻ എന്ന് വിളിക്കണം. ആകയാൽ, അങ്ങനെയാണത്. അപ്പോൾ ആ സമയത്ത് തന്നെ മറിയാമിൻ്റെ ശരീരത്തിൽ നിന്ന്, രക്തത്തിൽ നിന്ന് ഒരു ഭ്രൂണം ഉടലെടുത്തു. ആ നിമിഷത്തിൽ തന്നെ വചനം ഇറങ്ങിയിരിക്കുകയാണ്. ആ നിമിഷത്തിൽ തന്നെ ഇതൊക്കെ പെട്ടെന്ന് അപ്പം തന്നെ സംഭവിക്കുകയാണ്. വചനം ഇറങ്ങിയിരിക്കുകയാണ്. മറിയാമിൻ്റെ കാതിൽ കൂടി അവളുടെ ഗർഭത്തിൽ വചനം വന്നു. അപ്പോൾ തന്നെ ഒരു ഭ്രൂണം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ മാംസത്തിൽ നിന്നും അവളുടെ മനുഷ്യത്വം ഈ ദൈവത്വവുമായി സംയോജിച്ചു. അപ്പോൾ തന്നെ സംയോജിച്ചു. പിന്നെ ഒരിക്കലും അത് വേർപെടില്ല. മനസ്സിലാവുണ്ടോ? അപ്പം ഭ്രൂണം ഉണ്ടാവും. അതാണ് ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ. അനിൽ കൊടിത്തോട്ടം മാസ്റ്റർ പറയുന്നത്, അവർ ശരീരം ദൈവം ഉണ്ടാക്കി, അത് മറിയാമിൻ്റെ ഉദരത്തിൽ വെച്ചു, അവള് പ്രസവിച്ചു എന്നൊക്കെയാണ്. അങ്ങനെയാണ് ഇതിന് മറിയാമിൻ്റെ ഉദരത്തിൽ വയ്ക്കുന്നത്. വേറെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കൊച്ചിനെ സൃഷ്ടിച്ചിട്ട്, അതിൽ വലിയ ആളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവൻ ദൈവമാണ്, മനുഷ്യനാണ്. ദൈവത്തിന് സർവശക്തി ഉള്ളവരല്ലേ, അത് പറയാൻ പാടില്ലേ? ആ വിഷയം തീർന്നില്ലേ? ഈ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ദൈവം ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടായിരുന്നു? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല നനയ്ക്കും. സ്ത്രീയുടെ സന്തതി ആവണം. പക്ഷെ ആ സ്ത്രീയുടെ സന്തതി മാത്രമല്ല, ആ സന്തതി, ആ ഭ്രൂണം, അല്ലെങ്കിൽ മറിയാമിൻ്റെ ശരീരവും രക്തത്തിൽ നിന്നും ഉണ്ടായ ഭ്രൂണം വചനമാകുന്ന ദൈവത്വവുമായി സംയോജിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവൻ ദൈവമനുഷ്യനായി. അപ്പോൾ തന്നെ, പിന്നെ ഒരിക്കലും വേർപിരിച്ചിട്ടില്ല. മറിയാമിൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും വചനം ജഡമായി. അവനിൽ പാപമില്ല. ആയതിനാൽ ഉത്ഭവിക്കുന്ന പ്രജ മനുഷ്യനല്ലേ? ആയാൽ ഉത്ഭവിക്കുന്ന പ്രജ, നേരത്തെ കൂട്ടിക്കൊണ്ടുവന്ന പ്രജയല്ല. നേരത്തെ സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് മറിയാമിൻ്റെ ഉദരത്തിലേക്ക് കൊടുത്ത പ്രജയല്ല. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഉത്ഭവിക്കുന്ന, അതിനർത്ഥമില്ലേ? വിശുദ്ധ പ്രജ എന്ന് പറയുമ്പോൾ വിശുദ്ധ അവിടെ ദൈവത്വം കാണിക്കുന്നു, പ്രജ മനുഷ്യത്വം കാണിക്കുന്നു. അപ്പം തന്നെ അവിടെ സംയോജനം നടന്നു. ഇതിൽ കൂടുതലായിട്ട് ഇത് വിവരിക്കേണ്ട കാര്യമില്ല. അരമണിക്കൂർ നേരത്തോളം അവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് വാദപ്രതിവാദം നടന്നു. പാപമെന്ന് പറയുമ്പോൾ ആത്മാവിൽ മാത്രമേ ശരീരത്തിൽ ബാധിക്കണം. സമഗ്ര മനുഷ്യനെയാണ് പാപം ബാധിക്കുന്നത്. ആദാമിൻ്റെ പാപം ബാധിക്കുന്നത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് പാസ്റ്റർ പറഞ്ഞാണ് അതിൻ്റെ ശരി. മറിയാമിൽ പാപം ഉണ്ടായിരുന്നു, മറിയാമിൻ്റെ മാംസത്തിൽ പാപം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നൊരർത്ഥം. മാംസം മാത്രമല്ല, രക്തവും സ്വീകരിച്ചു. അങ്ങനെ ആ രക്തവും മാംസവും സ്വീകരിക്കുന്ന ഭ്രൂണത്തിൽ കൂടിയാണ് ഗർഭം ധരിക്കുന്നത്. ആ ഗർഭം ധരിക്കുമ്പോൾ തന്നെ വചനത്തോട് യോജിപ്പിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവുമായിട്ട് മറിയാം വേഴ്ച നടത്തിയെന്നൊക്കെ പറയുന്നതൊക്കെ എന്താ ഇതിനൊക്കെ പറയാനൊന്നും മറുപടി പറയില്ല. പരിശുദ്ധാത്മാവിനൊന്നും അസാധ്യമാണോ? അവളിൽ ഭ്രൂണമുണ്ടാക്കാനും അവളുടെ ശരീരവും അവളുടെ രക്തവും എടുത്ത് അവളുടെ മനുഷ്യത്വം ഈ ദൈവത്വമായി സംയോജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് ശക്തിയില്ലേ? അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നു പറഞ്ഞ്.
അത് സ്വാഭാവിക ഒരു ജനനമല്ലത്, നമുക്കറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേജസ്കരിക്കപ്പെട്ട ശരീരം ദൈവം മറിയാമിൻ്റെ ഉദരത്തിൽ കൊണ്ടുവച്ചെങ്കിൽ ആ ശരീരത്തിന് വളർച്ച ഉണ്ടാവില്ല. തേജസ്കരിക്കപ്പെട്ട ശരീരം മാലാഖമാരുടെ ശരീരം പോലെയാണ്. നാമം തേജസ്കരിക്കപ്പെടുമ്പോൾ, മരണശേഷം തേജസ്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരവും മാലാഖമാരുടെ ശരീരം പോലെയാവുന്ന, നിന്റെ പുനരുത്ഥാനത്തിൽ മാലാഖമാരെ പോലെയാകും നാമും. ഇവിടെ വിശപ്പില്ല, ദാഹമില്ല, മരണമില്ല, ജനനമില്ല. ഇപ്പം ഈ ശരീരത്തെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അത് കൊടുത്തോട്ട് പറയണത് അത് ചുരുങ്ങാനും വലുതാകാനൊക്കെ സാധിക്കുന്നു. അങ്ങനെ തേജസ്കരിക്കപ്പെട്ട ശരീരം എവിടെ ദിവസത്തിൽ ചുരുങ്ങിയും വലുതായി കാണിക്കണേ? അങ്ങനെ വാക്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഒരിക്കലും കണക്കില്ല. പ്രായ വ്യത്യാസവും ഇല്ലാതെ അത് വയസ്സാവില്ല, അത് മൂക്കില്ല, നശിക്കയില്ല, വലുതാവില്ല. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന അവരുടെ പ്രായം ഏകദേശം യൗവനത്തിലാണ്, യൗവനപ്രായത്തിലാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ യുവത്വത്തിലാണ് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് രണ്ടാമത്തെ വരവിലെ. കാരണം ആദമിനെ ഏകദേശം 30 വയസ്സിലാണ് പാപം ചെയ്ത് പുറത്താക്കപ്പെട്ടത്. ആ പുറത്താക്കപ്പെട്ട് കൂട്ടി അടച്ച ഏദന്റെ പറുദീസ കർത്താവ് മരണത്തോടുകൂടി അത് തുറന്ന് വലതുവശത്തെ കള്ളനെ പ്രവേശിപ്പിച്ചു. പിന്നെ ആദാം മുതലുള്ള എല്ലാവരെയും വിശ്വസിച്ച എല്ലാവരും വിശ്വസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏദന്റെ പറുദീസയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പറുദീസയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. അല്ല, ഉടനെ മരിച്ച ഉടനെ തന്നെ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് ശരിയല്ല, അത് പാടെ തെറ്റാണ്. യോഹന്നാൻ 14:3 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാം. രണ്ടാമത്തെ വരവിലാണ് ചേർക്കപ്പെടുന്നത്. അപ്പോൾ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പറയുന്ന പോലെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ആണിയടിച്ചാലൊന്നും കയറൂല, അതിന് വേദനയില്ല, അംഗഭംഗം വരുത്താൻ പറ്റൂല, വിശപ്പില്ല, ആവില്ല, ഒന്നുമില്ല. പിന്നെ ആ ശരീരത്തെ എങ്ങനെ ക്രൂശിക്കണേ? ആ ശരീരത്തെ പിന്നെ എങ്ങനെ ആണിയടിക്കണേ? ആ ശരീരത്തെ എങ്ങനെ ചാട്ടവാറോട്ടടിക്കണേ? ആ ശരീരത്തിലാണ് മുൾക്കിരീടം വെച്ച് തറയ്ക്കണത്. ആ ശരീരത്തിലാണ് രക്തം ഒഴുകുന്നത്. രക്തമില്ല. കർത്താവിന് പറയുന്നില്ല ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഞാൻ ഭൂതവും പ്രേതവുമൊന്നുമല്ല, ഭൂതന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ, എനിക്ക് അസ്ഥിയുണ്ട്, മാംസമുണ്ട്, രക്തമില്ല. രക്തമെല്ലാം ക്രൂശിൽ ചൊരിയപ്പെട്ടു പോയി, ഒരു തുള്ളി രക്തം പോലുമില്ല. ഇന്നും കർത്താവിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഈ ആണിപ്പാടുകളെ കാണിച്ചുകൊണ്ടാണ് മധ്യസ്ഥത നടത്തുന്നത്. റോമർ 8:34. ഇപ്പം മനുഷ്യ ശരീരത്തിനല്ലാതെ ക്രൂശിക്കപ്പെടാൻ സാധ്യമല്ല. അല്ലെങ്കിൽ കർത്താവ് ആത്മാവിൽ മാത്രം മരിക്കണം. ആത്മാവ് മാത്രമായിട്ട് ഒന്ന് മരിച്ചാൽ ആർക്കും കാണാനും പറ്റില്ല, ഒന്നും അറിയാനും പറ്റില്ല. പക്ഷെ അവൻ മനുഷ്യനായി നമ്മോടുകൂടെ താതാത്മ്യം പ്രാപിച്ച് നമ്മോടുകൂടെ ഉറങ്ങി സംസാരിച്ച് ആ രീതിയിലാണ് അവൻ മരിക്കുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതാണ് യോഹന്നാൻ 1:29 പറയുന്നത്. അവൻ്റെ പാപമല്ല, ലോകത്തിൻ്റെ പാപം ചുമക്കുന്നെന്ന് പറയും. അവനിൽ പാപമില്ല. പാപ വഴിക്ക് ചിന്തിക്കുവാനോ അവന് സാധിക്കില്ല. കാരണം ദൈവത്വവും മനുഷ്യത്വവും കൂടിയ ഒരു
ശരീരവും ആത്മാവുമാണ് അവനുള്ളത്. ദേഹിയും ദേഹവും ആത്മാവും. അവൻ മറിയാമിൽ മനുഷ്യരായി രൂപീകൃതമായപ്പോൾ തന്നെ ദൈവം ഒരു ആത്മാവിനെ അവന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ക്രൂശിൽ മരിക്കാറായപ്പോൾ ദൈവം പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു പറഞ്ഞില്ലേ? അപ്പം ആത്മാവേതാ? അതൊരു മാനുഷിക ആത്മാവാണ്. ആത്മാവിനാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അതായത് മറിയാമിൻ്റെ ഉദരത്തിൽ അവൻ രൂപം കൊണ്ടപ്പോൾ ദൈവം അവന് കൊടുത്ത ആത്മാവ്. അത് സംയോജിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവികാത്മാവായെന്ന് വെച്ചാൽ ആയിരിക്കും, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഏതായാലും കൊടുത്ത ആത്മാവിനെ തിരിച്ചു കൊടുത്തു. രണ്ടാത്മാക്കളില്ല. രണ്ടാത്മാക്കളെ കൊടുത്തല്ല, രണ്ടാത്മാക്കളില്ല. അവൻ്റെ ആത്മാവ് വേർപെട്ടപ്പോഴും തൻ്റെ ശരീരത്തിൽ നിന്നോ തൻ്റെ ആത്മാവിൽ നിന്നും ദൈവത്വം വേർപിരിഞ്ഞില്ല എന്നാണ് യാക്കോബായ സഭ പഠിപ്പിക്കുന്നത്. ദൈവത്വം അപ്പോഴും അവനിലുണ്ട്, ശരീരത്തിലുണ്ട്, ആത്മാവിലുണ്ട്. ആ ദൈവത്വമുള്ള ആത്മാവാണ് പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ചത്. നമുക്കറിയാം, അവൻ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചപ്പോഴും വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടെ എന്ന് പറയുമ്പോൾ വചനം പിതാവിൻ്റെ ജനിച്ചതല്ല എന്ന് ധരിക്കരുത്. പിതാവുള്ളപ്പോഴേ പുത്രനുണ്ട്. ഒരു ശകലം ഒരു വ്യത്യാസമില്ല. പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്ന വചനം പുത്രൻ വഴിയാണ് നാവിൽ കൂടി പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ആ നാവിൽ കൂടി പുറത്തു വരുന്നതിനാണ് പുത്രൻ എന്ന് പറയുന്നത്. വചനം ദൈവത്തോടു കൂടെ എന്ന് പറയുമ്പോൾ ആ വചനവും പിതാവും വ്യത്യസ്ത വ്യക്തികളാണ്, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആണെന്ന് പറയാൻ പറ്റിയാത്ര. അപ്പം മറിയാമിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും ശരീരവും രക്തവും കർത്താവ് സ്വീകരിച്ചത്. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ മനുഷ്യ ശരീരം അവൻ കൊണ്ടുവന്നാണോ പാസ്റ്റർ പറയുന്നത്? കാരണം സ്വർഗത്തിൽ ജഡരക്തങ്ങളില്ലെന്നേ. പിന്നെ അവിടെ നിന്ന് ഒരു ശരീരം കൊടുത്ത് ദൈവം പിതാവ് ഇങ്ങോട്ട് മറിയാമിൻ്റെ ഉദരത്തിലേക്ക് വഹിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു ലോജിക്കും ഇല്ല, ഒരർത്ഥമില്ല. സ്വർഗത്തിൽ നിന്നുള്ളവൻ വന്ന് മനാവിൻ്റെ ശരീരം എടുത്തു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. അവൻ പിതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ സർവ്വവ്യാപിയത്തിലേക്ക് എല്ലാ കാര്യങ്ങളും അവൻ അറിയുകയും ചെയ്യാം. പിതാവ് സംസാരിക്കുന്ന പുത്രനിൽ കൂടിയാണ്. പിതാവില്ലെങ്കിൽ പുത്രനില്ല, പുത്രനില്ലെങ്കിൽ പിതാവില്ല. പിതാവ് സംസാരിക്കുന്നത് പുത്രനിൽ കൂടിയാണ്. അവൻ ഭൂമിയിൽ വന്നപ്പോഴും അവൻ്റെ സാന്നിധ്യം പിതാവിൻ്റെ കൂടെ ഉണ്ട്. അത്രയും ഇതിനകത്ത് കാര്യമുള്ളൂ. ഇത്ര കൂലങ്കഷമായിട്ട് അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ തന്നെ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു പറഞ്ഞ തന്നെ എത്ര വളരെ വ്യക്തമായിട്ട് ആ പിതാവും പുത്രനും 2 ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആണെന്ന് പറയാൻ വേണ്ടി മാത്രം. വ്യതിരിക്ത വ്യക്തികളാണ്. അത് മനസ്സിലാക്കണം. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിന് വ്യക്തമാക്കണമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ അവർ പറഞ്ഞ ഏതെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും സംശയം ചോദിച്ചാൽ അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് കമൻറ്റിൽ ഇട്ടോളാം. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ആ ശരീരത്തിന് ഒരു ഭാവമാറ്റവുമില്ല. വെടിവെച്ചാൽ പോലും അവിടെ ഏൽക്കൂല. അപ്പം മനുഷ്യ ശരീരം എടുത്തെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യ ശരീരം ഉണ്ടാക്കുന്നത്. അതില്ലാതെ ഞാൻ പറയണ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പാതാവിനുണ്ടാക്കിയ പോലെ ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ട് ഇത് എൻ്റെ പുത്രനാണ്, അവന് ദൈവത്വം മനുഷ്യത്വം ഉണ്ട്, അവനെ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ വിട്ടേക്കാണെന്ന് പറയാൻ പറയും.
അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, തേജസ്കരിക്കപ്പെട്ട രൂപത്തിൽ അവനോട് നാമും സദൃശരായിട്ട് തീരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ. അത് 1 യോഹന്നാൻ 3:1-2 പറയും. വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോയി എന്നല്ലാതെ വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാവുന്നുള്ളൂ. മറിയാമിൽ നിന്നാണ് മനുഷ്യത്വം എടുത്തതെന്ന് IPCയുടെ ഔദ്യോഗിക വക്താവായ പാസ്റ്റർ അഭിലാഷ് സമ്മതിച്ചു കഴിഞ്ഞു. വേറെ പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? തന്നെയല്ല, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയന് അദ്ദേഹം സമ്മതിക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നിർത്തുകയാണ്. ഇതിനെപ്പറ്റി ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ സംശയങ്ങളുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനതിന് മറുപടി തന്നോളാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.